ആലപ്പുഴയിൽ 2 പതിറ്റാണ്ട് മുമ്പ് കാണാതായ 2 സ്ത്രീകളെ കണ്ടെത്തി. ആലപ്പുഴയിൽ നിന്നും കാണാതായ 2 സ്ത്രീകളെ 2 പതിറ്റാണ്ടിലധികമായ ശേഷം നൂറനാട് പോലീസ് കണ്ടെത്തി. മാന്നാർ കലാകൊലക്കേസിന്റെ പശ്ചാത്തലത്തിൽ കാണാതായി വർഷങ്ങളായിട്ടും ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത കേസുകളിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പുനരന്വേഷണം നടത്തിയിരുന്നു. നൂറനാട് പോലീസ് സ്റ്റേഷനിൽ 2000-2003 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ നൂറനാട്, താമരക്കുളം എന്നിവിടങ്ങളിൽ നിന്ന് കാണാതായ 2 സ്ത്രീകളെയാണ് ഇപ്പോൾ കണ്ടെത്തിയത്. കാണാതായ സമയത്ത് 24ഉം 17ഉം വയസ്സുണ്ടായിരുന്ന യുവതികൾ തങ്ങളുടെ കാമുകന്മാരോടൊപ്പം ഒളിച്ചോടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 2 യുവതികളെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു. ഇത്തരം കേസുകളിൽ സമഗ്ര അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു. നടൻ കൊച്ചിൻ ആന്റണിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സിനിമാ താരം കൊച്ചിൻ ആന്റണി വീട്ടിൽ മരിച്ച നിലയിൽ. 80 വയസ്സായിരുന്നു. നടനും തലയോലപ്പറമ്പ് യങ് ഇന്ത്യ ITC ഉടമയുമാണ്. തലപ്പാറ ആന്റണി വില്ല വീട്ടിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ ഒരാഴ്ച മുമ്പ് ധ്യാനത്തിന് പോയിരുന്നതിനാൽ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. സമീപ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ വീട്ടിലെത്തിയപ്പോഴാണ് വീടിനകത്തു നിന്നും ദുർഗന്ധം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് സമീപവാസികൾ അന്വേഷണം നടത്തിയപ്പോഴാണ് ആന്റണിയെ മരിച്ച നിലയിൽ കണ്ടത്. പരശുരാജ, കായംകുളം കൊച്ചുണ്ണി ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കാട്ടാക്കടയിൽ സീരിയൽ ഷൂട്ടിങ്ങിനിടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്. കാട്ടാക്കടയിൽ സീരിയൽ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. 2 അംഗ സംഘമാണ് ഷൂട്ടിംഗ് സംഘത്തെ ആക്രമിച്ചത്. ഇവർ വാഹനവും നശിപ്പിച്ചു. അതേസമയം ആക്രമണം നടത്തിയ കിള്ളി സ്വദേശികളായ അജീർ, ഷമീർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇവർ മുമ്പും ചില കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് അറിയിച്ചു. ഇനി ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനമല്ല. സർക്കാർ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി. ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി. 220 അധ്യയന ദിനം തികയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു സർക്കാർ ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനമാക്കിയത്. 2025 മാർച്ച് വരെയുള്ള 30 ശനിയാഴ്ചകളിൽ 25 എണ്ണമാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. ഇതിനെതിരെ അധ്യാപക സംഘടനകളിൽ നിന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. അതേസമയം 220 അധ്യയന ദിനം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ കോടതി മറുപടി നൽകിയിട്ടില്ല. ശനിയാഴ്ചകളിലെ ക്ലാസുകൾ മാത്രമാണ് റദ്ദാക്കിയത്. മറ്റു വിധത്തിൽ അധ്യയന ദിനങ്ങൾ പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് സംഘടനകളുമായി ചർച്ച ചെയ്ത് സർക്കാരിന് ഉചിത തീരുമാനമെടുക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുത്. വ്യാജ പ്രചാരണത്തിനെതിരെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുത് എന്ന് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്ത തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നതിനെതിരെ പരാതി. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. നാട് ഒറ്റക്കെട്ടായ ഒരു ദുരന്തത്തിനെതിരെ പോരാടുമ്പോൾ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വേർതിരിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് പരാതിയിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും അത് പ്രചരിപ്പിച്ചവർക്കെതിരെ അടിയന്തരമായി നിയമ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടൽ, നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 10-ന് ആലപ്പുഴ പുന്നമട കായലിൽ നടത്താനിരുന്ന നെഹ്റു ട്രോഫി ജലമേള മാറ്റിവെച്ചു. നിലവിൽ സെപ്റ്റംബർ മാസത്തിൽ നടത്താനാണ് തീരുമാനം. തീയതി പിന്നീട് തീരുമാനിക്കും. വള്ളംകളി മാറ്റുന്ന കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിക്കുകയായിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. നേരത്തെ നിശ്ചയിച്ച സാംസ്കാരിക ഘോഷയാത്രയും കലാസന്ധ്യയും മറ്റു പരിപാടികളും പൂർണ്ണമായും ഒഴിവാക്കി മത്സരം മാത്രമായി നടത്തണമെന്ന് ഒരു വിഭാഗം ക്ലബ്ബുകളും സംഘാടകരും ആവശ്യപ്പെട്ടിരുന്നു. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാവുമെന്ന് ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഇത്രയും വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളി നടത്തുന്നത് ഉചിതമല്ല എന്ന അഭിപ്രായമാണ് കൂടുതലും ഉയർന്നു വന്നത്. ചൂരൽമലയിൽ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായി. വാഹനം കടത്തിവിട്ടു. വയനാട് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. പാലം തുറന്നതിന് പിന്നാലെ ആദ്യമായി സൈന്യത്തിന്റെ വാഹനം പാലത്തിലൂടെ കടത്തിവിട്ടു. മറ്റു വാഹനങ്ങളും കടത്തിവിട്ടു. ഇതോടെ വലിയ വാഹനങ്ങളും ഇറ്റാച്ചുകളും എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കും. 31 മണിക്കൂർ കൊണ്ടാണ് പാലം നിർമ്മാണം പൂർത്തിയാക്കിയത്. 190 അടി നീളത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം പൂർത്തിയായതോടെ രക്ഷാദൌത്യം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വഴിയൊരുങ്ങി. അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 280 ആയി. 200 പേരെയാണ് കാണാതായത്. ഇവരിൽ 29 പേർ കുട്ടികളാണ്. 100 പേരെയാണ് തിരിച്ചറിഞ്ഞത്. മുണ്ടക്കൈയിൽ ഇനി ജീവനോടെ ആരെയും കണ്ടെത്താനാകില്ലെന്ന് സൈന്യം സർക്കാരിനെ അറിയിച്ചു.
ദുരന്ത മേഖലയിൽ ശാസ്ത്രജ്ഞർക്ക് വിലക്ക്, മാധ്യമങ്ങളോട് അഭിപ്രായം പങ്കുവെക്കരുതെന്നും നിർദ്ദേശം. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ശാസ്ത്രജ്ഞർക്ക് വിലക്ക്. ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടേതാണ് ഉത്തരവ്. ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനവും മേപ്പാടി സന്ദർശിക്കരുത്. ശാസ്ത്രജ്ഞർ മാധ്യമങ്ങളോട് അഭിപ്രായം പങ്കുവെക്കരുത്. മുൻ പഠനങ്ങളുടെ വിവരങ്ങൾ നൽകരുത് എന്നാണ് നിർദ്ദേശം. വയനാട് മേപ്പാടി പഞ്ചായത്ത് ദുരിതബാധിത മേഖലയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശമെന്നാണ് ഉത്തരവിലുള്ളത്. ഭാവിയിൽ പഠനം നടത്തണമെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻകൂർ അനുവാദം വാങ്ങണമെന്നും ഉത്തരവുണ്ട്. ബലിതർപ്പണത്തിനായി കൊല്ലം ജില്ലയിലെ സ്നാനഘട്ടങ്ങളിൽ തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിൽ. കർക്കിടകവാവ് ബലിതർപ്പണത്തിന് സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി. ഈറനണിഞ്ഞ ഓർമ്മകളുമായി പിതൃപരമ്പരയ്ക്ക് പിൻതലമുറ നടത്തുന്ന ശ്രാദ്ധമൂട്ടലിന്റെ തിരക്കിലേക്ക് സ്നാനഘട്ടങ്ങൾ മാറും. ജില്ലയിലെ സ്നാനഘട്ടങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പാപനാശനം, ഗുരുദേവ കമ്മിറ്റി, വിവിധ സംഘടനകൾ, ക്ഷേത്ര കമ്മിറ്റികൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന സ്നാനഘട്ടങ്ങളിലെല്ലാം പോലീസ്, ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അഗ്നിശമന സേന തുടങ്ങിയവയെല്ലാം വലിയ ക്രമീകരണങ്ങളാണ് ഇക്കുറി ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന സ്നാനഘട്ടങ്ങളിലേക്ക് പ്രത്യേക ബസ് സർവീസും ഏർപ്പെടുത്തി. ഓഗസ്റ്റ് 3 പുലർച്ചെ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങും. മാവേലിക്കര നഗരസഭയിൽ ഭരണപ്രതിസന്ധി, ചെയർമാനുള്ള പിന്തുണ പിൻവലിച്ചതായി കോൺഗ്രസ്. മാവേലിക്കര നഗരസഭയിലെ ഭരണം അനിശ്ചിതത്വത്തിലേക്ക്, ചെയർമാനുള്ള പിന്തുണ പിൻവലിച്ചതായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി. ഇന്ന് നടന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ചെയർമാൻ KV ശ്രീകുമാറിന് കോൺഗ്രസ് അംഗങ്ങൾ നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചത്. 3 വർഷത്തിനു ശേഷം രാജിവെക്കാമെന്നും തുടർന്ന് നിലവിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ നൈനാൻ സി കുറ്റിശ്ശേരിക്ക് പിന്തുണ നൽകാമെന്നുമുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്വതന്ത്രനായ KV ശ്രീകുമാറിന് കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നത്. എന്നാൽ 3 വർഷവും 7 മാസവും പിന്നിട്ട ശേഷവും ചെയർമാൻ രാജിവെക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പിന്തുണ പിൻവലിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്.